ഹലോ നമസ്കാരം. മഴതോരു മുമ്പിടെ വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ അലീനയെ മാമച്ചാനും രേവതിക്കുട്ടിയും ജോബിച്ചനും ഒക്കെ ചേർന്ന് മധുസൂദനൻ നായരുടെ സഹായത്തോട് കൂടിയിട്ട് DVSP മധുസൂദനൻ നായരുടെ സഹായത്തോട് കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കടപ്പാട്ടൂർ വീട്ടിലേക്ക് തന്നെ കൊണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അലീന തിരിച്ചു വന്നതിൽ ഭയങ്കര സന്തോഷമാണ് കൃഷ്ണമോൾക്കും. അതിനുശേഷം രേവതിക്കുട്ടിയും മാമച്ചാനും ഒക്കെ തിരിച്ചു പോവുകയാണ് കേട്ടോ. അങ്ങനെ അവർ പോയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. നമ്മുടെ സുലോചന വൈജയന്തിയുടെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പോൾ വൈജയന്തിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇന്നത്തെ പത്രത്തിലെ വാർത്ത മുഴുവനും ഈ കേസിനെ കുറിച്ചാണ്. ന്യൂസൊക്കെ തുറന്ന് അത് മാത്രമേ പറയാനുള്ളൂ. എല്ലാവരുടെയും ഫോട്ടോയും അഡ്രസ്സും അടക്കം കാണിക്കുന്നുണ്ട്, നമ്മുടെ കടകളൊക്കെ കാണിക്കുന്നുണ്ട് എന്നുള്ളത് സുലോചന ഇങ്ങനെ പറയുമ്പോൾ ആകെ ഷോക്കായിട്ടിരിക്കുകയാണ് വൈജയന്തി. അതുപോലെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായി. അലീനയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്ന് പറയണേ. അലീനയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയോ, എന്തിന് എന്ന് ചോദിക്കുകയാണ് വൈജയന്തി. അപ്പോൾ അലീനയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് അത്രയ്ക്ക് താല്പര്യം ഇല്ല, അതായത് അവളെ കൊണ്ടുപോയതിൽ അത്രയ്ക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ അത് രോഹിത്തും ഹരിയും കൂടിയിട്ട് മുൻപ് അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നോ, അതിൻ്റെ ഒരു കാര്യം ചോദിക്കാനാണ്, എന്നിട്ട് അലീനയെ കൊണ്ട് പരാതി എഴുതി വാങ്ങിപ്പിക്കാനാണ് കൊണ്ടുപോയത് എന്ന് പറയുമ്പോൾ വൈജയന്തി ആകെ ഷോക്കാവുകയാണ്. അലീന കൂടി ആ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ കേസിന് ബലം കൂടും എന്നുള്ളത് വൈജയന്തിക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ സുലോചന ചോദിക്കുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് വൈജയന്തി. പിന്നീട് സുലോചന അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെയാണെങ്കിൽ നമ്മുടെ കൃഷ്ണമോളാണെങ്കിൽ രാവിലെ പത്രം വന്ന സമയത്ത് എടുത്തു നോക്കുമ്പോൾ ആ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ ഈ പീഡനക്കേസിൻ്റെ വാർത്തകളും പ്രതികളുടെ ഫോട്ടോയും ഒക്കെ അച്ചടിച്ച് വന്നേക്കുകയാണ്. അത് കണ്ടിട്ട് കൃഷ്ണമോൾക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്, ആകെ വിഷമിച്ചു പോവുകയാണ് കൃഷ്ണമോള്. അതേസമയം രേവതിക്കുട്ടിയും പത്രം ഒക്കെ എടുത്തു നോക്കുന്ന സമയത്ത് പത്രത്തിൽ ഈ വാർത്ത കണ്ടിട്ട് ആകെ വിഷമിച്ചു പോവുകയാണ്. ഈ പത്രത്തിലെ വാർത്തയൊക്കെ വന്നത് കണ്ടിട്ട് അതിൽ അലീനയുടെ ഫോട്ടോ വരെ അച്ചടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. കാരണം പത്രക്കാരൊക്കെ അലീനയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇവളാണോ ഇവരുടെ സഹായി എന്ന് സംശയിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ രേവതിക്കുട്ടിയും മാമച്ചാനെയും ഗ്രേസമ്മയൊക്കെ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്. അതേസമയം സുലോചന പിന്നീട് കാണാൻ പോകുന്നത് ബാലചന്ദ്രനെയാണ്. ബാലചന്ദ്രനെ കാണാൻ പോകുമ്പോൾ സുലോചന ഈ കാര്യങ്ങളൊക്കെ പറയാണ്. കാരണം ഇവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്, പത്രത്തിൽ ഇന്നത്തെ വാർത്ത അത് തന്നെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം. പിന്നെ അത് മാത്രമല്ല, അലീനയെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ വയലൻ്റ് ആവുന്നുണ്ട്. പക്ഷേ ബാലചന്ദ്രൻ എനിക്കിവിടെ നിന്ന് പോകണം എന്ന് പറയുമ്പോൾ സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും ഒന്നും സമ്മതിക്കുന്നില്ല. പക്ഷേ നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങിച്ച് പോവുകയാണ്. ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് പിന്നെ കാണിക്കുന്നത് രാവിലെ ബബിതയുടെ കാമുകനുണ്ടല്ലോ അമൽ വിളിക്കുന്നുണ്ട്. എന്താണ് ഈ കേൾക്കുന്നതൊക്കെ, നിൻ്റെ ആങ്ങളെയാണല്ലോ ഇന്നത്തെ പത്രത്തിലെ താരം എന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്, ആ അലീന ഈ വീട്ടിൽ വന്ന് കയറിയതോട് കൂടിയിട്ട് ഈ വീട്ടിൽ ആകെ പ്രശ്നങ്ങളാണ്, അതിനെല്ലാം കാരണക്കാരി അവളാണ് എന്നൊക്കെ ബബിത വീണ്ടും അലീനയെ കുറ്റപ്പെടുത്തി പറയണം. കൊല്ലപ്പള്ളിയിലെ ഹരിയുടെ കാമുകിയായിരുന്നല്ലേ പെണ്ണ്, ഇങ്ങനെയുള്ള കാമുകന്മാരെയൊക്കെ എന്ത് ചെയ്യണമെന്ന് ബബിതയോട് ഇങ്ങനെ പറയണം. കണ്ടോ, എന്നെയൊക്കെ നീ കണ്ടു പഠിക്കണം, എന്നെയൊക്കെ നീ പൂവിട്ട് തൊഴണം, ഞാൻ ഇതുവരെ നിന്നെ എന്തെങ്കിലുമൊക്കെ നിന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കല്ലേ അറിയുള്ളൂ, ഇതല്ല ഇതിലപ്പുറം നിന്നിങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് അവളെ ഇതാക്കുന്നുണ്ട്. എന്നിട്ട് ബബിത പറയുന്നുണ്ട്, എനിക്കറിയാം അമൽ, നിൻ്റെ സ്നേഹം ആത്മാർത്ഥമാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ വിടാതെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, അതുകൊണ്ടാണല്ലോ നീ വിളിക്കുമ്പോഴൊക്കെ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരികയും ചെയ്യുന്നത്. എൻ്റെ പ്രായമാണ് ഏകദേശം ആ പെൺകൊച്ചിനും. ആ കൊല്ലപ്പള്ളിയിലെ ഹരിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പേടിയാണ്, അവൻ ഭയങ്കര ദുഷ്ടനാണ് എന്നൊക്കെ ബബിത പറയുന്നുണ്ട്. എന്തായാലും നിൻ്റെ ആങ്ങളയുടെയും അവൻ്റെയും ഒക്കെ കാര്യം ലോകം മൊത്തം പാട്ടായിട്ടുണ്ട്. ഇപ്പോൾ നിനക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനൊക്കെ പാടാണല്ലോ എന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, പിന്നെ അല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, വീട്ടിലാകെ പ്രശ്നമാണ്, നാട്ടുകാരും ഒക്കെ, സ്കൂളിലോ കോളേജിലോ ഒന്നും എനിക്കും കൃഷ്ണമോൾക്കും പോകാൻ പറ്റുന്നില്ല, അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ എന്താണെങ്കിലും പുറത്തൊക്കെ ഭയങ്കര പ്രശ്നമുണ്ട്, കടയ്ക്ക് നേരെ കല്ലെറിഞ്ഞു എന്നൊക്കെ കേട്ടിട്ടുണ്ട്, വീട്ടിലേക്ക് മാത്രം ആരും വന്നിട്ടില്ല എന്ന് പറയണം. നിൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലാണെന്ന കാര്യമൊക്കെ ന്യൂസ് വഴി പറയുന്നുണ്ടെന്ന് പറയുമ്പോൾ പറയാട്ടോ.
അപ്പോൾ വീട്ടിലുള്ളവരൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോളും ഞാനും ഇവിടെയുണ്ട്, അലീനയും ഇവിടെയുണ്ട്, ഇന്ന് അച്ഛനെ ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് പറഞ്ഞത്, ചിലപ്പോൾ അലീന പോയിട്ടായിരിക്കും അച്ഛനെ കൂട്ടിയിട്ട് വരുന്നത് എന്ന് പറയണം. അച്ഛൻ കൂടി വന്നാൽ നമുക്കൊന്ന് കാണാൻ പോലും പറ്റില്ലല്ലോ, രോഹിതിനെ ഇനിയിപ്പോൾ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഉടനെ അങ്ങോട്ട് കടയിലേക്കൊന്നും പോവില്ല, അച്ഛൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും, കടയൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്, അലീന ഉണ്ടല്ലോ, ആ ഭൂതം ഇവിടെയുണ്ട്, അവളാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്ന് പറയാണ്. അവളുള്ളപ്പോൾ ആ വീട്ടിലേക്ക് ഒരു പൂച്ച പോലും കയറാൻ അവൾ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പരാതി പറയണം. നിനക്ക് അവിടുന്ന് പുറത്തിറങ്ങാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് അമ്മൽ ചോദിക്കുകയാണ്. എന്ത് പറഞ്ഞിറങ്ങാനാ, ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ അപ്പോൾ തന്നെ അലീനയുടെ കോൾ അച്ഛന് ചെല്ലും, ഹോസ്പിറ്റലിൽ ഇപ്പോൾ അമ്മ ഉണ്ടല്ലോ, അമ്മയെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞാലും രക്ഷയില്ല, ഹോസ്പിറ്റലിലേക്ക് പോലും പോവണ്ട എന്നാണ് ഓർഡർ ഇട്ടേക്കുന്നത്. അവൾ അന്ന് തന്നെ നിന്നെ ഇവിടെ കണ്ടതുകൊണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും, നീ ഇങ്ങോട്ട് വന്നാലും അല്ലെങ്കിൽ എന്നെ വിളിക്കാൻ വന്നാലൊക്കെ അച്ഛനോട് അവൾ ഇത് പറഞ്ഞു കൊടുക്കും. ഇതുവരെ കാര്യങ്ങളൊന്നും അച്ഛനോട് അവൾ പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞിരുന്നെങ്കിൽ അച്ഛന് ഉറപ്പായിട്ടും പ്രശ്നം ഉണ്ടാക്കിയേനെ എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അച്ഛൻ ഇങ്ങോട്ട് വന്നാൽ മതി, സ്വന്തം മോൻ ഒരു റേപ്പ് കേസിൽ പ്രതിയാണ്, അപ്പോൾ പിന്നെ എന്നെ തല്ലേണ്ട എന്ത് ആവശ്യമാണുള്ളത്, അച്ഛനിപ്പോൾ എൻ്റെ അടുത്ത് വല്ലാതെ ചോദ്യം ചെയ്യാനൊന്നും വരത്തില്ല, ചോദ്യം ചെയ്യാൻ വന്നാലും ഞാൻ അച്ഛനോട് തിരിച്ച് ചോദിക്കാനുള്ള കാര്യമൊക്കെ എൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞ് ഭവിത ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ അമൽ പറയുന്നുണ്ട്, നമ്മൾ തമ്മിലുള്ള ബന്ധമൊക്കെ നിൻ്റെ ഇഷ്ടപ്രകാരം മാത്രമാട്ടോ, നമ്മൾ ഒരുമിച്ച് നിന്നതും പോയതും ഒക്കെ നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടും ഒക്കെയാണ്, ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്കൊന്നും നിന്നെ കൊണ്ടുപോയിട്ടൊന്നുമില്ല എന്ന് അമൽ പറയുമ്പോൾ, അങ്ങനെയുള്ള ഉദ്ദേശം നിനക്കുണ്ടെങ്കിൽ അവളെ പോലെ ആയിരിക്കില്ല ഞാൻ നിന്നെ കൊന്നു കളയും എന്ന് ഭവിത മറുപടി നൽകുന്നുണ്ട്. അലീനയും കൃഷ്ണയും ആശുപത്രിയിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. ചേച്ചി ഞാൻ കൂടി വരുന്നുണ്ട്, എനിക്ക് അമ്മയെ ഒന്ന് കാണണം എന്ന് കൃഷ്ണ പറയുമ്പോൾ, മോള് വന്നാൽ ഇവിടെ ഭവിത ഒറ്റയ്ക്കായി പോയില്ലേ എന്ന് ചോദിക്കുകയാണ് അലീന. അപ്പോൾ കൃഷ്ണ പറയാണ്, ഭവിത ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല, എപ്പോഴും മുറി അടച്ചിരുന്ന് വീഡിയോ കോൾ വിളിക്കില്ലല്ലേ, ഞാനാണ് ഇവിടെ ഒറ്റപ്പെടുന്നത്. അങ്ങനെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, എന്നാൽ നീ വാ നമുക്ക് പോകാം എന്ന് പറയാണ്. അങ്ങനെ ബബിതയുടെ വാതിലൊക്കെ അടച്ചിരിക്കാൻ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ബബിതയുടെ മനസ്സിലാണെങ്കിൽ ലഡ്ഡു പൊട്ടുക കേട്ടോ, ഇനിയിപ്പോൾ ഇവർ കുറച്ച് നേരത്തേക്ക് ഇവരില്ല എന്നുള്ള ഒരു സന്തോഷം വരികയാണ്. അപ്പോൾ അമലിനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്താമെന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ മനു വരുന്നുണ്ട് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ മനുവിൻ്റെ കൂടെയാണ് അവർ പോകുന്നത്. അങ്ങനെ പിന്നീട് ബാലചന്ദ്രനെ വന്ന് പരിശോധിച്ചിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് നമുക്ക് പോകാം, എന്താണെങ്കിലും ഡിസ്ചാർജ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്ക് വൈകുന്നേരം ആവും, അപ്പോൾ പോകാം എന്ന് പറയണം. ഈ സമയം ബബിത അമലിനെ വിളിക്കുന്നുണ്ട്. അച്ഛൻ വരാൻ 3 മണിയൊക്കെ ആകും, നീ വേഗം ഇങ്ങോട്ടേക്ക് വാ, ഡെലിവറി ബോയുടെ വേഷത്തിൽ വന്നാൽ മതി എന്ന് പറയാട്ടോ. അപ്പോൾ ആ ഒരു വേഷത്തിൽ വന്നാൽ ആരും സംശയിക്കത്തില്ലല്ലോ, എന്തെങ്കിലും ഫുഡൊക്കെ ഓർഡർ ചെയ്തതാകും എന്നുള്ള രീതിയിൽ. അങ്ങനെ അമലാണെങ്കിൽ ഒരു ഡെലിവറി ബോയുടെ വേഷമൊക്കെ ധരിച്ച് ഒരു പാഴ്സലൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരികയാണ്. ബബിത വാതിൽ തുറന്ന് അവനെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അമൽ കൊണ്ടുവന്ന പാഴ്സലിൽ മദ്യവും മറ്റും സാധനങ്ങളൊക്കെ ആയിട്ട് ഇവർക്ക് കഴിക്കാനുള്ളതും അമലിന് കുടിക്കാനുള്ള മദ്യമൊക്കെ ആയിരുന്നു. എന്തായാലും വിവാഹം കഴിക്കാൻ പോകുന്നതല്ലേ, ഇതിലെന്ത് തെറ്റാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് അവർ ശാരീരികമായിട്ട് അടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ തമ്മിൽ എന്തായാലും കുറേ നാളായിട്ട് അവരിങ്ങനെ ഒരു ബന്ധം തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി പത്രം എന്നുള്ള രീതിയിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. എന്താണെങ്കിലും അമലിനെ വിളിച്ചു വരുത്തിയിട്ട് അവർ കൂടുതൽ ഒന്നുകൂടെ ക്ലോസ് ആവുകയാണ്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ നടക്കും. കാരണം വീട്ടിൽ ആരില്ല, അച്ഛനില്ല, അമ്മയില്ല, അലീനയില്ല, കൃഷ്ണയില്ല, രോഹിതില്ല, ആരുമില്ല, ഒറ്റക്കാണ് ബബിത ഉള്ളത്. അപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അങ്ങനെ അവർ അതിനുശേഷം അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് അങ്ങനെ പിന്നീട് അവർ എന്താണെങ്കിലും 3 മണിയൊക്കെ ആവല്ലോ എല്ലാവരും വരാനായിട്ട് എന്നുള്ളൊരു ധാരണയിൽ അവിടെ ഒന്ന് ഉറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ആശുപത്രിയിൽ വൈജയന്തി മകൻ്റെ അവസ്ഥയോർത്ത് ആകെ വിഷമിച്ചിരിക്കുകയാണ്. മനു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ജാമ്യമൊന്നും കിട്ടില്ല ആൻറ്റി, അവൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തണം എന്ന് പറയുമ്പോൾ, രോഹിത്തിൻ്റെയും ഹരിയുടെയും മുറിയിൽ നിന്ന് മയക്കുമരുന്നും അതുപോലെ മോശപ്പെട്ട CD-കളൊക്കെ പോലീസ് കണ്ടെടുത്തു എന്ന് പറയാട്ടോ. അങ്ങനെ ബബിതയുടെ കാര്യത്തിലും മനു പറയുന്നുണ്ട്, അതായത് ബബിതയെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും, ബബിതയ്ക്ക് എന്തൊക്കെയോ ചുറ്റിക്കളി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ബബിതയ്ക്ക് ഒരു ചുറ്റിക്കളിയുമില്ല, അവൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുകയാണ് വൈജയന്തി. അത് ആൻറ്റിയുടെ വിശ്വാസം, ആൻറ്റിയെ രക്ഷിക്കട്ടെ, എന്താണെങ്കിലും അമ്മയെ കണ്ടല്ലേ മക്കൾ പഠിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറയാണ് മനു വൈജയന്തിയോട്. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, അതെന്താ മനു നീ അങ്ങനെ പറയുന്നത്, അങ്ങനത്തെ ഒരു ടോക്ക് എന്താണ്, അമ്മയെ കണ്ടല്ലേ മക്കൾ പഠിക്കുന്നതെന്ന്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ല ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ആൻറ്റി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ആൻറ്റിക്കല്ലേ അറിയത്തുള്ളൂ, എനിക്ക് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മനു അവിടെ നിന്ന് പോവാണ്.
അങ്ങനെ ഒരു 2 മണിയൊക്കെ ആയപ്പോഴേക്ക് ഇങ്ങനെ ഒരു 1:30 ആയപ്പോഴേക്ക് ഡിസ്ചാർജൊക്കെ ആവുന്നുണ്ട് ബാലചന്ദ്രൻ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഗേറ്റ് കടന്ന് കാർ അകത്തേക്ക് കയറ്റി. അങ്ങനെ അവർ അകത്തേക്ക് സിറ്റൗട്ടിലേക്ക് കയറുന്ന സമയത്ത് വാതിൽ ലോക്ക് ചെയ്യാത്തത് കണ്ടിട്ട് ആകെ അമ്പരന്ന് പോവുക കേട്ടോ. അതായത് ബബിത അമൽ വന്ന സമയത്ത് വാതിൽ ലോക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. വാതിൽ അങ്ങനെ ചാരി വെച്ചിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് അലീന പറയുകയും ചെയ്യുന്നുണ്ട്, ഇതെന്താ ബബിത വീട് ലോക്ക് ചെയ്യാതെ ഇരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഇവർ വന്നതൊന്നും ബബിതയും അമലും അറിയുന്നില്ല. അങ്ങനെ അലീന അച്ഛനെ കൈ പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അതുപോലെ മനുവും ഉണ്ട്, കൃഷ്ണമോളും ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ അലീനയാണെങ്കിലും ഭയങ്കര കെയർഫുള്ളായിട്ട് ബാലചന്ദ്രനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ മുകളിലേക്ക് പോകാമെന്ന് തന്നെ ബാലചന്ദ്രൻ വാശി പിടിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട് അച്ഛാ, മനുവും പറയുന്നുണ്ട് അങ്കിളെ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ഇവിടെ താഴത്തെ റൂമിൽ കിടക്കാമല്ലോ, ഇപ്പോൾ ആൻറ്റി ഇല്ലല്ലോ, ആ റൂമിൽ കിടക്കാം എന്ന് പറയുമ്പോൾ വേണ്ട, എനിക്ക് ആ റൂം വേണ്ട, ആ റൂം എനിക്ക് ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നത്. കാരണം ആ റൂം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബ ജീവിതം നയിച്ചൊരു റൂമാണ്, ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് താമസിച്ചിരുന്ന റൂമാണ്. അവിടെ എനിക്ക് എല്ലാം എൻ്റെ ജീവിതം നഷ്ടപ്പെട്ട റൂമാണ് അത്. അതുകൊണ്ട് ഞാൻ ഇനി ആ റൂമിലേക്കില്ല, എനിക്ക് മുകളിലേക്ക് തന്നെ പോയാൽ മതി എന്ന് പറയാണ് ബാലചന്ദ്രൻ. അങ്ങനെ മുകളിലേക്ക് പോകുന്ന സമയത്ത് ബബിതയെ അവിടെ എങ്ങും കാണുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ വീട്ടിൽ ആരുമില്ല എന്നുള്ള രീതിയിൽ ബബിതയുടെ ഇഷ്ടത്തിന് ഇങ്ങനെ നിൽക്കുകയാണല്ലോ, വാതിൽ ലോക്കൊന്നും ചെയ്യാതെ. അപ്പോൾ അലീനയാണെങ്കിൽ മുകളിലേക്ക് ബാലചന്ദ്രനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ബബിതയുടെ റൂമെന്ന് മര്യാദക്ക് അടച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ ബബിതയെ ഒന്ന് കാണട്ടെ, വാതിലൊക്കെ തുറന്നിട്ട് അവളിവിടെ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കാം എന്നുള്ള രീതിയിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് ബബിതയുടെ റൂമിലേക്ക് നോക്കുകയാണ്. അപ്പോൾ ആ റൂമിലേക്ക് വാതിൽ തുറന്ന് ചെല്ലുമ്പോൾ അലീനയും ബാലചന്ദ്രനൊക്കെ ആകെ അമ്പരന്ന് പോവാണ്. ആ ബെഡിൽ ബബിതയും അമലും കൂടെ ഒരുമിച്ച് കിടക്കുന്നതാണ് കാണുന്നത് കേട്ടോ. ഇത് കണ്ടിട്ട് നെഞ്ച് പൊത്തി ആകെ തളർന്ന് വീഴുകയാണ് ബാലചന്ദ്രൻ. അലീന ഉടനെ തന്നെ മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തി മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതേയും അമലും ആണെങ്കിൽ ഇതൊന്നും പ്രതീക്ഷിച്ചില്ലല്ലോ, ഇങ്ങനെയൊന്നും സംഭവിക്കുന്ന അവർ വിചാരിച്ചിട്ടുണ്ടായില്ല. പെട്ടെന്ന് അലീനയും അച്ഛനും കൂടെ റൂമൊക്കെ തുറന്ന് വന്നത് കണ്ടപ്പോൾ അവരാകെ ഞെട്ടിപ്പോവുകയാണ്. അതും അവർ ബെഡിൽ ഒരുമിച്ച് ഇങ്ങനെ കിടക്കുന്നതോടെ കണ്ടപ്പോൾ ബാലചന്ദ്രൻ്റെ സകല നിയന്ത്രണം വിട്ടുപോയി ആകെ തളർന്നു പോവുകയാണ്. മനു അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് അമലിൻ്റെ കഴുത്തിന് കുത്തി പിടിക്കുന്നുണ്ട്. എടാ നീ എന്താടാ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കഴുത്തിന് കുത്തി പിടിക്കുകയാണ്. വിട് മനുവേട്ടാ വിട്, എന്തായി കാണിക്കുന്നത്, അതെൻ്റെ ഫ്രണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവനാണോ ഫ്രണ്ട്, ആരുമില്ലാത്ത നേരത്ത് വീട്ടിൽ കയറി വന്നിട്ട് പെൺപിള്ളേരുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് മനു സംസാരം നിർത്തി കേട്ടോ. അപ്പം മുകളിൽ എന്തൊക്കെയോ ഒച്ചപ്പാടും ബഹളം നടക്കുന്നത് താഴെ കൃഷ്ണ കേൾക്കുന്നുണ്ട്. കൃഷ്ണയും മുകളിലേക്ക് ഓടി ചെല്ലുകയാണ്. അങ്ങനെ അലീനയാണെങ്കിൽ അങ്ങനെ അമലിനെ പിടിച്ച് തല്ലുന്നുണ്ട് കേട്ടോ. എടാ നിന്നോട് ഇവിടേക്ക് കാല് കുത്തരുതെന്ന് പറഞ്ഞതല്ലേ, നിന്നെ ഇനി വെറുതെ വിട്ടാൽ പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് അമലിനെ ഒരു റൂമിൽ പൂട്ടിയിടുകയാണ്. ബബിതയ്ക്ക് നല്ല തല്ല് കിട്ടുന്നുണ്ട് അലീനയുടെ കയ്യിൽ നിന്ന് കേട്ടോ. അപ്പോൾ ആകെ പേടിച്ച് പോവാണ് ബബിത. അങ്ങനെ ബാലചന്ദ്രൻ പറയാണ്, എൻ്റെ മക്കൾ ഇത്രയും ബാലചന്ദ്രനാണെങ്കിൽ ആകെ ആവശ്യതയിൽ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട് കൃഷ്ണമോള്. അച്ഛ എന്ത് പറ്റി അച്ഛ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ പൊട്ടിക്കരഞ്ഞു പോവാണ് ബാലചന്ദ്രൻ. എൻ്റെ കുടുംബം തന്നെ കൈവിട്ട് പോയല്ലോ എന്നോർത്തിട്ടുള്ള ആകെ ഒരു വിഷമത്തിലാണ്. ഭാര്യയും മക്കളും കാരണം എനിക്ക് ജീവിക്കാൻ വയ്യാതായി, എൻ്റെ മക്കൾക്ക് ഇത്രയും പ്രായമായെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ്. അങ്ങനെ എല്ലാവരും കൂടെ ബാലചന്ദ്രനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്നില്ല. അപ്പോൾ മനു ആണെങ്കിൽ നമ്മുടെ അമലിനെ പിടിച്ച് നന്നായിട്ട് പെരുമാറുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അമൽ ജീവനും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് പിന്നീട് ചെയ്യുന്നത്. ബബിതയാണെങ്കിൽ ഇതൊക്കെ സാധാരണയല്ലേ, ഇപ്പോൾ രോഹിത്തേട്ടൻ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചതിനൊന്നും നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല, അമൽ എൻ്റെ ബോയ് ഫ്രണ്ടാണ്, അമൽ എന്നെ വിവാഹം കഴിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിച്ചവരാണ്, ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇവരോട് എതിർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അലീന വീണ്ടും ബബിതയെ പിടിച്ച് തല്ലുന്നുണ്ട്. എടി നീ എന്നെ തല്ലുന്നോടി എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ തല്ലുകൊള്ളിത്തരം കാണിച്ച തല്ല് എന്നെ ചെയ്യും, അച്ഛനും അമ്മയും ഇല്ലാന്ന് കരുതിയിട്ട് എന്ത് തെമ്മാഴ്ത്തരം കാണിക്കാമെന്നായോ നിനക്ക് എന്നൊക്കെ ചോദിച്ച് ബബിതയെ ഒരുപാട് തല്ലുന്നുണ്ട് അലീന. അപ്പോൾ കൃഷ്ണയാണെങ്കിൽ അലീന ചേച്ചിയെ വിളിക്കുന്നു. അലീന ചേച്ചി വന്ന് അച്ഛനെ ഒട്ടും വയ്യ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഓടിച്ചില്ലാണ്. ബബിത അവിടെ റൂമിൽ പൂട്ടിയിട്ടുണ്ട്. ബബിത ഇനി അമലിൻ്റെ കൂടെ ഇറങ്ങി പോവാതിരിക്കാനായിട്ട് പൂട്ടിയിടുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് അലീനയുടെ കൈ പിടിച്ചുകൊണ്ട് ബാലചന്ദ്രൻ പൊട്ടിക്കരയാണ്. എനിക്ക് വയ്യ മോളെ, എനിക്ക് വയ്യ, ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. എൻ്റെ കുടുംബം തകർന്നു പോയി, എൻ്റെ ഭാര്യ എന്നെ ചതിച്ചു, എൻ്റെ മകൻ എന്നെ ചതിച്ചു, എൻ്റെ മകളും എന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ്. ഇനി നീ കൂടിയുള്ളൂ മോളെ എന്നെ ചതിക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണയെ നോക്കിക്കൊണ്ട്
പറയുമ്പോൾ അച്ചാച്ചൻ ഇങ്ങനെയൊന്നും പറയില്ല അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണയും പൊട്ടിക്കറിയാണ്. ആ രംഗം കണ്ടു നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് മനുവും അലീനയും. അപ്പോൾ അലീന പറയുന്നുണ്ട് അച്ഛൻ ഇങ്ങനെ വിഷമിക്കില്ലേ, ഇനി അടുത്ത ഒരു അറ്റാക്ക് കൂടി താങ്ങാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതം തീർന്നു മോളെ, ഇനി എനിക്ക് എന്ത് സംഭവിച്ചാൽ എന്താണ്, എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് ഇനി ജീവിക്കേണ്ട, എൻ്റെ ജീവിതം ഇല്ലാതായി എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ വീണ്ടും ഇങ്ങനെ പൊട്ടിക്കറിയാണ് ചെയ്യുന്നത്. മനു ആണെങ്കിൽ ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റാതെ ബാലചന്ദ്രനെ കുറച്ച് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും അലീന മരുന്നൊക്കെ എടുത്തിട്ട് ബാലചന്ദ്രനോട് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ കിടക്കാൻ പറയുകയാണ്. അങ്ങനെ ഒരു മയക്കത്തിലേക്ക് പോവുകയാണ് ബാലചന്ദ്രൻ. പിന്നീട് കൃഷ്ണയും അലീനയും മനുവും കൂടി താഴേക്ക് വരുന്ന സമയത്ത് മനു ചോദിക്കുന്നുണ്ട് എന്താ അലീന ഇതൊക്കെ, ആരാണ് അവൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് ചേച്ചിയായിട്ട് ഇഷ്ടമാണെന്ന് പറയുന്ന ഒരു ചെറുക്കനാണ്, പക്ഷേ അവൻ മഹാവൃത്തികെട്ടവനാണ് മനുവേട്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട് മുൻപൊരിക്കലും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അന്ന് ഞാൻ അവനെ ഇവിടെ നിന്ന് ഓടിച്ചതാണ് എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു തവണ അവനെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചതാണ്. അതിനുശേഷം ഞാൻ ഇങ്ങനെ രേവതിക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് വന്ന സമയത്തും അവൻ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ നല്ല തല്ല് കൊടുത്താണ് അവനെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചത്. വീണ്ടും അവൾ വിളിച്ചു വരുത്തിയതാണ് എന്നൊക്കെ പറയുമ്പോൾ നീ എന്നിട്ട് എന്താ ഇതൊന്നും എന്നോട് പറയാതിരുന്നത് എന്ന് ചോദിക്കുകയാണ് മനു. അത് മനുവേട്ട ഇനി അവൾ ആവർത്തിക്കില്ല എന്ന് കരുതി, ഇനിയിപ്പോൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവുമെന്ന് പേടിയുണ്ട് എന്നൊക്കെ അലീന ഇങ്ങനെ പറയുമ്പോൾ എന്താണെങ്കിലും ഇതൊരു സീരിയസ് മാറ്ററാണ്, പവിത ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്നൊക്കെ മനുവും പറയുന്നുണ്ട്. എന്താണെങ്കിലും ഞാൻ അവനെ ഒന്ന് കാണട്ടെ, എനിക്ക് അവനെ കണ്ട് സംസാരിക്കണം, എന്താണ് ഇതിൻ്റെ പുറകിൽ, അവന് നല്ലവനാണോ ചീത്തതാണോ എന്നൊക്കെ അറിയണം. എന്താണെങ്കിലും ആരുമില്ലാത്ത നേരത്ത് ഒരു വീട്ടിൽ കയറി വന്ന ഒരു പെണ്ണിൻ്റെ കൂടെ കിടക്കുക എന്ന് പറയുമ്പോൾ അത് നല്ല ഉദ്ദേശമല്ലല്ലോ മനുവേട്ട എന്ന് അലീന പറയുമ്പോൾ അത് ശരിയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ബബിതയെ നമുക്ക് രക്ഷിച്ചെടുക്കണം ഈ ഊരാക്കുടുക്കിൽ എന്ന് പറയുകയാണ് മനു അലീനയോട്. അങ്ങനെ മനു പറയുന്നുണ്ട് എന്നാൽ ഞാൻ പോവട്ടെ എന്ന് പറഞ്ഞിട്ട് മനു അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം അലീന ബബിതയോട് സംസാരിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. ബബിതയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാട്ടോ അലീന തന്നെ തല്ലിയത്. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടെടി, അമ്മയൊന്ന് ഡിസ്ചാർജ് ആയി വന്നോട്ടെ, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല, നീ എന്നെ തല്ലിയല്ലേടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുമ്പോൾ അലീന പറയുന്നുണ്ട് മോളെ ഞാൻ നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, നീ പറയുന്നതൊന്ന് കേൾക്കുക, അവൻ അത്ര നല്ലവനല്ല, നിങ്ങളിവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടി എന്നൊന്നും എനിക്കറിയത്തില്ല, നിൻ്റെ ജീവിതമാണ് നീ ഇല്ലാതാക്കുന്നത്, നിൻ്റെ ജീവിതമാണ് നീ നഷ്ടപ്പെടുത്തുന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതം ഞാൻ നഷ്ടപ്പെടുത്തുന്നൊന്നുമില്ല, അമൽ നല്ലവനാണ്, അവൻ എന്നെ ഇഷ്ടമാണ്, ഞങ്ങൾ ഒരുമിച്ച് താമസിക്കും, ഞങ്ങൾ വിവാഹം കഴിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അല്ലേ നോക്കേണ്ടത്, നീ ഇപ്പോഴേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ്, നിൻ്റെ ജീവിതം നശിച്ചു പോയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, എൻ്റെ ജീവിതത്തിന് യാതൊരു കുഴപ്പവും സംഭവിക്കത്തില്ല, നീ വന്നതോട് കൂടിയിട്ടാണ് ഞങ്ങളുടെ ജീവിതം നശിച്ചു പോയത്, ഞങ്ങളുടെ കുടുംബം ഇല്ലാതായത്, നീ ഒന്ന് ഇവിടെ നിന്ന് പോയി തന്നാൽ മതി, എന്നാൽ തന്നെ ഞങ്ങളുടെ ജീവിതം രക്ഷപ്പെടും എന്നൊക്കെ പറയാണ് ബബിത. അലീന ഇതൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അലീന എത്രയൊക്കെ പറഞ്ഞിട്ടും ബബിതയ്ക്ക് കാര്യം മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും ബബിതയുടെ കേസും കൂടെ ഈ സമയത്ത് തന്നെയാണ് നടക്കുന്നത്. അതായത് വൈജയന്തി ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് തന്നെയാണ് രോഹിത്തിൻ്റെയും ബബിതയുടെ ഒക്കെ കേസ് നടക്കുന്നത്. അതിനൊക്കെ ശേഷം വൈജയന്തി വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു കണ്ടീഷൻ വൈജയ് വെക്കുകയും ആ കണ്ടീഷൻ ബാലചന്ദ്രൻ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റോറി ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.